അഷിൻ ഡിയാഗോയാണ് ആശാവർക്കർമാർക്കൊപ്പം ചേരുന്നത്. അഷിൻ, ഈ ആറ്റുകാൽ പൊങ്കാല സമ്പൂർണമായി എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ ആശാവർക്കർമാരുടെ സമര പൊങ്കാല, അത് ഇപ്പോൾ എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? റോഷ്നി, രണ്ട് കാഴ്ചകളാണ് ഇവിടെ നിന്നുള്ളത്. ഒരു ഭാഗത്തായി അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച സന്തോഷത്തു കൂടി മടങ്ങുന്ന ഭക്തരുടെ കാഴ്ചയാണ് ഒരു വശത്ത്. അതിന് മറുവശത്ത് തന്നെ ആശാ വർക്കർമാർ അവരുടെ സമരവും അത് പൊങ്കാലയ്ക്ക് ശേഷവും അവർ ഇവിടെ നിന്ന് മടങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അവർ ഇവിടെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 32 ദിവസം പിന്നിടുകയാണ്. ഈ 32 ദിവസമായിട്ടും ഈ സർക്കാർ ഇവരുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് പൊങ്കാലയാണെങ്കിൽ പോലും അവർ അവരുടെ സമരത്തിൽ തന്നെയാണ്. അതിൻ്റെ സമരപ്പന്തലിന് മുൻവശത്താണ് ആശാ വർക്കർമാർ ഇന്ന് പൊങ്കാലയർപ്പിച്ച് അവർ ഈ ഒരു പൊങ്കാലയ്ക്ക് ഒപ്പം ചേരുകയും ചേർന്നിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഈ അമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് മടങ്ങുമ്പോഴും ഇവരാരും ഇവിടെ നിന്ന് മടങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇവരുടെ പ്രസാദങ്ങളെല്ലാം നിവേദിച്ച ശേഷവും അവർ ഇതെല്ലാം ഇവിടേക്ക് മാറ്റിവെച്ച് ബാക്കിയുള്ളവർക്ക് നൽകുകയാണ്. അവരുടെ സങ്കട പായസ വിതരണവും ഇവിടെ അല്പസമയം മുമ്പ് നടന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ആശാ വർക്കർമാർ ഇവിടെ നിന്ന് മടങ്ങുന്നില്ല. ഭക്തലക്ഷങ്ങളെല്ലാം തന്നെ ആത്മസമർപ്പണവും അമ്മയെ കണ്ട സന്തോഷത്തിലും മടങ്ങുമ്പോഴും ഇവർ ഇവിടെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഇവർക്ക് ഇവരുടെ സമരത്തിൻ്റെ അതിൽ ഒരു പൂർണ്ണത എത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായ സർക്കാർ ഇടപെടലുകൾ വേണം എന്നുള്ളതാണ്. ചേച്ചി, പോവാണോ അതോ ഇവിടെ തന്നെ ഉണ്ടാവും? ഇവിടെ ഉണ്ടാവും. ഞങ്ങൾ പോവില്ല, പൊങ്കാല കഴിഞ്ഞ് എല്ലാവരും പോകും. പക്ഷേ ആശാവർക്കർമാർ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ സമരം ഇപ്പം 32 ദിവസമായല്ലോ. ഇന്ന് പൊങ്കാലയൊക്കെ മൊത്തത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? മൊത്തത്തിൽ കാര്യം പൊങ്കാല ഇട്ട് കഴിഞ്ഞു. ഇനി എന്താണെന്നുള്ള തീരുമാനമൊന്നും ആയില്ലല്ലോ, ഒന്നും പറയുന്നില്ലല്ലോ. കേന്ദ്രത്തിലും അവർ കൂട്ടുമെന്ന് പറയാനല്ലാതെ വ്യക്തമായ ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല ഇതുവരെ. പായസമൊക്കെ ഇനി എന്ത് ചെയ്യും? പായസം കൊടുത്തിട്ട് വരും. എല്ലാ പേർക്കും നമ്മൾ ഇവിടെ വെച്ചാൽ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. ഇത് വീട്ടിലെത്തി മാത്രമേ ശകലേ ഉള്ളൂ പൊങ്കാല, ബാക്കി എല്ലാവർക്കും കൊടുത്തു. ഞങ്ങൾ സങ്കടപ്പായസമാണോ അത്? സങ്കടമുണ്ട്. ഇത് പക്ഷെ ഞങ്ങളെ വിശ്വാസമാണ്. ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല ഇടുന്നത് ഞങ്ങളെ വിശ്വാസത്തിനാണ്. പക്ഷെ സമരം ഒരു സൈഡിൽ, പക്ഷെ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പുറത്താണ് ഞങ്ങൾ പൊങ്കാല ഇട്ടിരിക്കുന്നത്. എല്ലാവരും മടങ്ങിയാലും നിങ്ങൾക്ക് മടങ്ങാൻ പറ്റില്ലല്ലേ? മടങ്ങാൻ പറ്റൂല. ഞങ്ങൾ എന്തായിരുന്നാലും ഞങ്ങൾ സമരക്കാരാണ്. ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. റോഷ്നി, അത് തന്നെയാണ്. ഇവർക്ക് ഇവിടെ നിന്ന് മടങ്ങാൻ കഴിയില്ല. കാരണം ഇവർ 32 ദിവസമായി ഇവിടെ സമരം ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു കാര്യത്തിൽ തീരുമാനമാകുന്നത് വരെ ഇവിടെ നിന്ന് മടങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. നേരത്തെ ഇന്ന് പൊങ്കാലയോട് അനുബന്ധിച്ച് തന്നെ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ ആശാ വർക്കർമാരുമായി സംസാരിച്ച് അവരുടെ വിഷയങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാക്കി നൽകാം എന്നൊരു ഉറപ്പ് നൽകിയ ശേഷമാണ് സുരേഷ് ഗോപി അടക്കമുള്ളവർ പോവുകയും ചെയ്തത്. സുരേഷ് ഗോപി മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ ഇന്ന് ഇവിടേക്ക് എത്തുകയും ആശാ വർക്കർമാരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. പൊങ്കാലയാണെങ്കിൽ പോലും അവർ കൃത്യമായി തന്നെ അവരുടെ ആവശ്യങ്ങൾ ഈ രണ്ടു നേതാക്കളോടും സംസാരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ആശാ വർക്കർമാർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവരുടെ കാര്യത്തിൽ ഇടപെടണം, ഇവരുമായി വിളിച്ച ഒരു ചർച്ച നടത്തണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യങ്ങൾ. അഷിൻ ഡിയാഗോയാണ് വിശദാംശങ്ങൾ നൽകിയത്. ആറ്റുകാലിലേക്ക് എത്തിയ മറ്റു പല ജില്ലകളിൽ നിന്നും എത്തിയ വിശ്വാസികൾ, പുറത്തുനിന്ന്, കേരളത്തിന് പുറത്തുനിന്ന് പോലും എത്തിയവർ, പ്രവാസികളായ മലയാളികളൊക്കെ വന്ന് പൊങ്കാലയർപ്പിച്ച സന്തോഷത്തോടുകൂടി മടങ്ങുമ്പോഴും ആശാവർക്കർമാർ മടങ്ങുന്നില്ല. അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്നു എന്നാണ് പലരും പ്രതികരിച്ചത്. അഷിൻ ഡിയാഗോ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.